2024 ഈ 8-ാം മാസം, ഈ ഓഗസ്റ്റ് മാസം അതിൻ്റെ അവസാന 3 ദിവസങ്ങൾ, വ്യാഴം, വെള്ളി, ശനി, ഈ 3 ദിനങ്ങൾ നമുക്ക് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും സർവശക്തനായ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ ദിനങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും കൂടി ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്ക്, ഇവിടെ വന്നിരിക്കുന്ന പ്രിയ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. പുതിയ നിയമത്തിലുടനീളം കാണുവാൻ കഴിയുന്ന ദൈവരാജ്യമെന്ന പേരിലറിയപ്പെടുന്ന ഒരു ആത്മിക അനുഭവം ഇന്ന് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു സമയമാണ്. ദൈവരാജ്യം, ദി കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം. ദൈവരാജ്യം എന്നാൽ എന്താണ്? ദൈവരാജ്യം എന്തല്ല? ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്താണ്? ദൈവരാജ്യ പ്രവേശനത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഏതെല്ലാമാണ്? ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ, ശാന്തമായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഞാനൊരു വലിയ വേദ പണ്ഡിതനല്ല, ഒരു വേദ അധ്യാപകനല്ല, എങ്കിലും പരിശുദ്ധാത്മാവ് ചില സന്ദർഭങ്ങളിൽ എന്നെ ഇരുത്തി പഠിപ്പിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന ഭാഗങ്ങൾ ദൈവസഭയിലുള്ള ദൈവമക്കളും അറിയണം, പഠിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ആ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ ഈ ലോകം പിശാചിന്റെ അധീനതയിലാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ ദൈവരാജ്യമെന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടോ? അത് സാധ്യമാണോ? ന്യായമായൊരു ചോദ്യമാണ്. ഈ ഭൂമിയിൽ, ലോകത്തിൽ നാം അധിവസിക്കുന്ന നമ്മുടെ രാജ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. അവൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമി, ഈ ലോകത്തിൽ നീതി വസിക്കുന്ന, ദൈവിക സന്തോഷം വെളിപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം വെളിപ്പെടുന്ന ഒരു രാജ്യം എങ്ങനെ നിൽക്കുവാനായിട്ട് സാധിക്കും? അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ന്യായമായും ഒരു ചോദ്യം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകാം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പക്ഷെ നാം അധിവസിക്കുന്ന നമ്മുടെ കേരളത്തിന് പണ്ടേതോ ഒരു വിദേശി നൽകിയ ഒരു ആലങ്കാരികമായ ഒരു വിശേഷണമുണ്ട്. കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അതൊരു ആലങ്കാരിക പദപ്രയോഗം മാത്രമാണ്. അതൊരു സാങ്കല്പിക പദം മാത്രമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളം ഇന്ന് ഭരിക്കുന്നവർ പോലും ദൈവത്തെ അറിയാത്തവരാണ്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. അഴിമതിയും അക്രമങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന നമ്മുടെ നാട്. ഞാൻ പറഞ്ഞു വരുന്നതെല്ലാം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1000 വർഷങ്ങളായി. ഇവിടെ പച്ചമനുഷ്യനായി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം തന്നെ എന്തായിരുന്നു? കാലം തികഞ്ഞു,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം ദൈവരാജ്യം എന്നുള്ള ഒരു വിഷയമായിരുന്നു. തനിക്ക് മുന്നോടിയായി, തനിക്ക് വഴികാട്ടിയായി ഈ ലോകത്തിൽ വന്ന സ്നാപക യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയവും പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയവും ദൈവരാജ്യം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരാത്മിക അനുഭവമാണ്. കർത്താവ് സകല ആളുകളോടും പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമുള്ള രാജ്യം, ദൈവം വസിക്കുന്ന രാജ്യം, ദൈവം നിയന്ത്രിക്കുന്ന രാജ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ആനന്ദവും ദൈവനീതിയും എല്ലാം വെളിപ്പെടുന്ന ഒരു രാജ്യം. അങ്ങനൊരു രാജ്യം, അങ്ങനെ ഒരു രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. ആ രാജ്യത്തിലേക്ക് അനേകരധികം പരിശുദ്ധാത്മാവിനാൽ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞില്ല, പച്ചമനുഷ്യനായി താൻ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? യേശു ഗുരുവായി, യേശു നാഥനായി, യേശു നായകനായി തൻ്റെ ശിഷ്യന്മാരെ നയിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇങ്ങനെ യേശുവിനോടൊരുമിച്ച് ശിഷ്യന്മാർ തങ്ങളെ തന്നെ മറന്ന്, തങ്ങളുടെ വീട് മറന്ന്, നാട് മറന്ന്, യേശുവിൻ്റെ കൂടെ ഊണും ഉറക്കവുമെല്ലാം കളഞ്ഞിങ്ങനെ യേശുവിനോട് കൂടെ സഞ്ചരിക്കുകയാണ്. 33.5 തിരുവയസ്സ് വരെ യേശു ഈ ലോകത്ത് ജീവിച്ചു. അവസാനത്തെ 3.5 വർഷങ്ങൾ യേശു പച്ചമനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ താൻ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിച്ചുകൊണ്ട്, പാപബോധം വരുത്തിക്കൊണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ഇങ്ങനെ യേശു ഇങ്ങനെ ജീവിക്കുമ്പോൾ, യേശു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ അവർ ആനന്ദത്തിലാണ്, വളരെയേറെ സന്തോഷത്തിലാണ്. അപ്പോൾ സന്തോഷചിത്തരായി തന്നോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. കാരണം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദവുമെല്ലാം ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളാണെന്ന് യേശു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ എന്തല്ല? റോമാലേഖനം എടുത്തേ 14-ാം അധ്യായം, റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. പൗലോസ് പറയുകയാണ്, ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമൊന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവുമാണ്. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണവും പാനീയവും അത് ഐഹിക ലോകത്തിൻ്റെ സംഭാവനകളാണ്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആഹാരം കൂടിയേ തീരൂ, വെള്ളം കൂടിയേ തീരൂ, വസ്ത്രം കൂടിയേ തീരൂ. അതെല്ലാം ഐഹിക ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്കേറെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ യേശു പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, ഇത് ആത്മീക രാജ്യമാണ്. നീതി വസിക്കുന്ന, സന്തോഷം വെളിപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം വെളിപ്പെടുന്ന, ദൈവം നിയന്ത്രിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ആ ആത്മീക അനുഭവങ്ങളടങ്ങിയ ഒരു രാജ്യം, അതാണ് ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത്. അതിവിടെയുണ്ട്, ഓതറയിലുണ്ട്. എൻ്റെ പിന്നിലിരിക്കുന്ന ദൈവദാസന്മാർ അതനുഭവിക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ അതനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ഈ ആത്മീക രാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. ഈ ആത്മീക രാജ്യത്തിലേക്ക് അനേകരെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദേശത്തിന് വേണ്ടി ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും പ്രദാനം ചെയ്യുന്ന ദൈവരാജ്യത്തിലേക്ക് കർത്താവേ ആയിരങ്ങളെ അങ്ങ് നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവരാജ്യമെന്ന് പറയുന്നത് ഐഹികമല്ല. ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും
സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതിയും സമാധാനവും നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച മനുഷ്യരായി നാം ജീവിക്കുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ, ദ്രവത്വമുള്ള മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ നാം വസിക്കുമ്പോൾ തന്നെ, നാം ഇത് അനുഭവിക്കുമ്പോൾ തന്നെ, മണ്ണുകൊണ്ടുള്ള ഈ ശരീരത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു രാജ്യം, അതും ദൈവരാജ്യം എന്ന് തന്നെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ അതിനെ ഒന്ന് തരംതിരിച്ച് നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം മുമ്പോട്ട് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം: സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ പാസ്റ്റർ ഇത്ര നേരം പറഞ്ഞത് എന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ് നാം. യേശുക്രിസ്തു പ്രസംഗിച്ചത് അതാണ്, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് അതാണ്. യേശു പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ദേ പറയുന്നു സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക്. അപ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടി ചേരുന്നത്? അപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളത് പോലെ ദൈവരാജ്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, പച്ച മനുഷ്യരായിട്ട് നാം ജീവിക്കുമ്പോൾ തന്നെ, പാപത്തിൻ്റെ അതിപ്രസരമുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുന്ന ആത്മിക സന്തോഷം, അത് ദൈവരാജ്യത്തിൻ്റെ ഒരു വശമാണ്. പക്ഷേ ഈ മാംസ ശരീരത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ദൈവരാജ്യം അതേതാണെന്ന് വെച്ചാൽ, നാം ചെല്ലുവാനിരിക്കുന്ന നിത്യകാലം മുഴുവനും ദൈവത്തോടൊരുമിച്ച് വസിക്കാൻ നാം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ ഈ മാംസരക്തത്തിന് പ്രവേശിക്കാനൊക്കത്തില്ല. അവിടെ ഈ ബോഡിയോടുകൂടി അല്ല നാം പ്രവേശിക്കുന്നത്. പൗലോസ് ലേഖകൻ എന്താ പറയുന്നത്? സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. പിന്നെന്താ പറയുന്നത്? ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമ്മിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരയുർക്കും, ദൈവത്തിന് നാം രൂപാന്തരപ്പെടും. അപ്പോൾ അവിടെയാണ്, ആ ദൈവരാജ്യത്തിലാണ് ഈ പച്ചമാംസത്തിന് പ്രവേശിക്കാൻ പറ്റാത്തത്. ഇതിവിടെ അഴുകി നശിച്ചാലും, നമുക്ക് ഇതിവിടെ ദ്രവിച്ച് തീർന്നാലും, അദ്രവത്വമായത് ഒന്ന് ദൈവം നമുക്ക് തരുമ്പോൾ ആ ബോഡിയോടുകൂടി പ്രവേശിക്കാൻ കഴിയുന്ന മറ്റൊന്ന്, അതാണ് സ്വർഗരാജ്യം, അതാണ് ദൈവരാജ്യം. അപ്പോൾ ഇത് രണ്ടും നാം പഠിച്ചിരിക്കണം. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ ആത്മിക സന്തോഷം അനുഭവിക്കുന്ന പച്ച മനുഷ്യരായി ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു മുഖം, നാണയത്തിൻ്റെ ഒരു വശം എന്നുള്ള പോലെ ഇപ്പോൾ നാം അനുഭവിക്കുന്ന സ്വന്തം അപ്പനല്ല, അല്ലെങ്കിൽ സ്വന്തം അമ്മയല്ല, പക്ഷേ സ്വന്തം അപ്പനെ പോലെ കരുതുന്നവർ, സ്വന്തം അമ്മയല്ല പെറ്റ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവർ, സ്വന്തം കൂടപ്പറപ്പല്ല പക്ഷെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിക്കുന്നവർ, നമുക്കൊരു ഭാരമുണ്ടായാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ, അതാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ആത്മിക സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ അതിവിടെ അനുഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു വശമുണ്ട്. ഈ ദ്രവത്വമായ ശരീരത്തിന് പ്രവേശിപ്പാൻ കഴിയാത്ത നിത്യമായ ഒരു ദൈവരാജ്യം, ഒരു സ്വർഗരാജ്യം, അത് കർത്താവ് നമുക്ക് ഇവിടെ ഒരുക്കുന്നുണ്ട്. ആ വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് വേഗം മടങ്ങി വരാമല്ലോ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും പ്രദാനം ചെയ്ത്. ഇത് ഐഹികമല്ല, ഇത് ആത്മികമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള സംസർഗം ഏറെ ആവശ്യമായിട്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ യേശു പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ ഒറ്റ വാക്യത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത്, ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് റിപ്പൻഡൻസ് ആൻഡ് ഫെയ്ത്ത്, മാനസാന്തരവും വിശ്വാസവുമാണ്. അപ്പോൾ മാനസാന്തരം എന്ന വാക്ക് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുകയും ഒരുപാട് ഗ്രഹിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ന് പകൽ ഞാൻ ചിന്തിച്ചു, മാനസാന്തരം വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന് വിചാരിച്ചാൽ ഒരു മനുഷ്യന് നൽകാൻ കഴിയും. നല്ല സമർത്ഥനായ ഒരു
കൗൺസിലറിന് വേണമെങ്കിൽ ഒരുവനെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മുക്കുടിയന്മാരായ ആളുകളെ ചില നല്ല സമർത്ഥന്മാരായ ഡോക്ടേഴ്സ് ചികിത്സിച്ച്, നല്ല മിടുക്കന്മാരായ സൈക്യാട്രിസ്റ്റുകൾ ചികിത്സിച്ച് രൂപാന്തരപ്പെടുത്തിയത് നാം കണ്ടിട്ടുണ്ട് അല്ലേ? അവർ നൽകുന്നതായ ആ നിർദ്ദേശങ്ങളും അവർ നൽകുന്നതായ ആ പാഠങ്ങളുമെല്ലാം ഈ മനുഷ്യൻ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ക്രമേണ മുക്കുടിയന്മാരുടെ കുടി നിർത്തിയതും അവർ രൂപാന്തരപ്പെട്ടതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നല്ല ഒരു സമർത്ഥനായ കൗൺസിലർ വിചാരിച്ചാൽ ഒരുവനെ ഒരു പരിധിവരെ മാനസാന്തരപ്പെടുത്താം. നല്ല ഒരു സൈക്യാട്രിസ്റ്റ് വിചാരിച്ചാൽ, ഒരു നല്ല സൈക്കോളജിസ്റ്റ് വിചാരിച്ചാൽ ഒരു മനുഷ്യനെ വേണമെങ്കിൽ രൂപാന്തരപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ അതാണോ യേശു പറഞ്ഞ മാനസാന്തരം? അതല്ല. പിന്നെ ഒരു സൈക്യാട്രിസ്റ്റ് നൽകുന്നതിനെക്കാട്ടിലുപരിയായി, ഒരു നല്ല കൗൺസിലർ നൽകുന്നതിനെക്കാട്ടിലുപരിയായി പരിശുദ്ധാത്മാവൻ നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന മാനസാന്തരമാണ് വാസ്തവത്തിൽ ദൈവരാജ്യ പ്രവേശത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന തത്വമായി നാം കാണേണ്ടുന്ന മാനസാന്തരം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കൗൺസിലറുടെ ഉപദേശത്തിലൂടെ ഒരുവൻ മാനസാന്തരപ്പെടാം, മദ്യപാനം ഉപേക്ഷിക്കാം, വെറിക്കൂത്തിൽ നിന്ന് മോചനം നേടാം, മോശമായ പ്രവൃത്തികളിൽ നിന്നെല്ലാം വിമുക്തി നേടാം. ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ ആ വാക്കുകളിലൂടെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രബോധനങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരു നല്ല കൗൺസിലറുടെ ബുദ്ധിയുപദേശങ്ങളിലൂടെ ഒരുവൻ മാനസാന്തരപ്പെട്ടാലും ആ മാനസാന്തരപ്പെട്ടവൻ, രൂപാന്തരപ്പെട്ടവൻ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതം ഒരിക്കലും അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഒരിക്കലും, അല്ലെങ്കിൽ അവനൊരിക്കലും ദൈവരാജ്യ പ്രവേശനത്തിന് അത് ഉതവായി തീരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമുക്ക് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടുന്ന മാനസാന്തരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തു വരുന്ന മാനസാന്തരമാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമുക്ക് കേൾക്കുമ്പോൾ കഴിയുന്ന മാനസാന്തരവും ആ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന രൂപാന്തരവുമാണ് വാസ്തവത്തിൽ ദൈവരാജ്യ പ്രവേശനത്തിന് കാരണമായി തീരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക മാത്രമല്ല, മാനസാന്തരപ്പെട്ടവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ മാനസാന്തരവും സുവിശേഷത്തിലുള്ള വിശ്വാസവുമാണ് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ അത് നിങ്ങൾ തിരിച്ചറിയുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ഒന്നുകൂടി പറയാം. ആര് പറഞ്ഞാലും മാനസാന്തരം വരാം. ഒരു സൈക്യാട്രിസ്റ്റ് വിചാരിച്ചാൽ മാനസാന്തരം വരാം, ഒരു കൗൺസിലർ വിചാരിച്ചാൽ ഒരു മാനസാന്തരം വരാം. പക്ഷേ ആ മാനസാന്തരം ഒരുവനെ സത്യവിശ്വാസത്തിലേക്ക്, ദൈവവചന വിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ, സുവിശേഷത്തിലേക്ക് അവനെ നയിക്കുന്നില്ല എങ്കിൽ ആ മാനസാന്തരം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള മാനസാന്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുത്തുന്ന രൂപാന്തരവും പരിശുദ്ധാത്മാവിന്റെ വചനത്തിലുള്ള അല്ലെങ്കിൽ സുവിശേഷത്തിലുള്ള വിശ്വാസം മൂലവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ഓർക്കണം, ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് റിപ്പൻഡൻസ് ആൻഡ് ഫെയ്ത്ത്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന മാനസാന്തരവും സുവിശേഷത്തിലുള്ള വിശ്വാസവുമാണ്. അത് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും താഴേക്ക് വരാം. അപ്പോൾ ദൈവരാജ്യ പ്രവേശനത്തിനുള്ള മാനസാന്തരം അത് പരിശുദ്ധാത്മാവിനാലും സുവിശേഷത്തിലുള്ള വിശ്വാസത്താലും ഉണ്ടാകേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം പ്രാപിക്കാൻ ദൈവം വസിക്കുന്ന, നീതി വസിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ സന്തോഷം വെളിപ്പെടുന്ന ദൈവരാജ്യം പ്രാപിക്കാൻ എന്താണ് നമുക്കുണ്ടാകേണ്ടത്? എന്താണ് നമുക്ക് വേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് ഈ ആൽത്തറ കവലയ്ക്കടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു വീടും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിക്കുക. ഈ ആൽത്തറ കവലയ്ക്കടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു മനോഹരമായ വീടും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? ഒന്നാമത് ഞാൻ അന്വേഷിക്കണം. ശരിയാണോ? ആൽത്തറ കവലയ്ക്കടുത്ത് 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടുമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കണം. അത് അന്വേഷിക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം കൊണ്ട് നടന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം എടുത്താട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ ഒന്നാമത് പറയുന്നത് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം
നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കാത്തിടത്തോളം കാലം, ഞാൻ പറഞ്ഞല്ലോ 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും വേണമെന്നുള്ളൊരു ആഗ്രഹവും പേറി ഞാൻ ഇരുന്നാലൊക്കത്തില്ല, ഞാൻ നടന്നാലൊക്കത്തില്ല, ഞാൻ അന്വേഷിക്കണം എന്നതുപോലെ തന്നെ ഒരു സത്യാന്വേഷണം നമ്മിലുണ്ടാകണം. ഒരു സത്യാന്വേഷണമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണ മനോഭാവം, അതിനുവേണ്ടി ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ സത്യം അന്വേഷിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ആത്മീയ അനുഭവങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടി പറയാം, യേശു പറയുന്നില്ലേ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അങ്ങനെയെങ്കിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. എന്താ ഈ മുമ്പേ എന്ന് പറഞ്ഞാൽ? മുമ്പേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ നാം എല്ലാ കാര്യങ്ങളിലും നാം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പാർപ്പിട സംവിധാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നു, വാഹനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി നീഡ്സ്, ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, അതിനേക്കാൾ മുൻപേ നിങ്ങൾ എൻ്റെ രാജ്യം അന്വേഷിക്കണം. ദൈവത്തിന് ഒന്നുകൂടി പറഞ്ഞാൽ, നല്ല മേൽത്തരമായ വസ്ത്രം ധരിപ്പാൻ നമുക്ക് കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ അത് സമ്പാദിക്കുന്നതിന് മുമ്പ് തന്നെ, അത് നേടണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ആ ആഗ്രഹത്തെ മറികടക്കുന്ന ഒരു അത്യാഗ്രഹം ദൈവരാജ്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മിലുണ്ടാകണം. അതാണ് യേശു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഒരു നല്ല വീട് നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബഹുനില കെട്ടിടം, ഒരു 2 നില വീട്, ഒരു നല്ല വാഹനം, ഇതെല്ലാം നാം ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹം തെറ്റല്ല, പക്ഷേ ഇവിടെ നമുക്കിതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം നാം നേടിയെടുക്കുവാൻ നാം അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ അതിനേക്കാൾ മുൻപേ പ്രിയോറിറ്റി ആൻഡ് പ്രിഫറൻസ് നാം ദൈവരാജ്യത്തിന് കൊടുക്കണം. അതാണ് കർത്താവ് പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ, ദൈവത്തിന് സ്തോത്രം, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനു വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ആ വാഞ്ച എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കണം, രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, ദൈവത്തിന് സ്തോത്രം, രാവിലെ നമ്മുടെ കാര്യാദികളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ത്വര ഉണ്ടാകണം. ദൈവരാജ്യം പ്രാപിപ്പാൻ വേണ്ടിയുള്ള, ദൈവിക സംസർഗം അനുഭവിപ്പാൻ വേണ്ടിയുള്ള, ദൈവിക ആനന്ദം പ്രാപിപ്പാൻ വേണ്ടിയുള്ള, ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയുള്ള, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ മുൻപേ ഉണ്ടാകണം. നാം ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ, ആരോടെല്ലാം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, ആരുടെയെല്ലാം കൂടെ നടക്കാൻ നാം ആഗ്രഹിക്കുന്നുവോ, അവരെക്കാൾ ഉപരിയായി, അതിനേക്കാൾ മുൻപേ ദൈവത്തെ അറിയാൻ, ദൈവരാജ്യം അന്വേഷിപ്പാൻ ഒരു ത്വര നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ഒരു വാഞ്ച നമുക്കുണ്ടാകണം. അതാണ് യേശു പറയുന്നത്, ഒന്നാമത് ഒരു അന്വേഷണ മനോഭാവം നമുക്കുണ്ടാകണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അങ്ങനെ അന്വേഷിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്കത് പ്രാപിപ്പാൻ പറ്റും. യേശു പറയുകയാണ്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പം ഞാൻ പറഞ്ഞത്, ഭൗതിക കാര്യങ്ങൾ, ഇവിടെ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇതെല്ലാം നീഡ്സ് ആൻഡ് വാണ്ട്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്, ആവശ്യമാണ്. പക്ഷേ അതിനെക്കാട്ടുപരിയായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ചയും അതിനു വേണ്ടിയുള്ള വ്യഗ്രതയും നമ്മിലുണ്ടാകണം. മാത്രമല്ല, മുൻപേ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മരണം വരുന്നതിന് മുൻപേ. ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്, ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത് മരണമല്ലേ? ഇന്ന് രാത്രിയിൽ നമ്മെ മരണം ഗ്രസിച്ചാൽ പിന്നെ നാം ശവമായി മാറും. അടുത്ത ദിവസം നാം പെട്ടിക്കുള്ളിലാകും, പിന്നെ നാം ശവക്കുഴിയിലാകും. ജീവിതം, അല്ലെങ്കിൽ ലോക ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. പക്ഷേ യേശു പറയുകയാണ്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, മരിക്കുന്നതിന് മുൻപേ, ഈ ലോക ജീവിതം അവസാനിക്കുന്നതിന് മുൻപേ, ദൈവത്തിന് സ്തോത്രം, നിന്റെ മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നതിന് മുൻപേ, നീ പെട്ടിക്കകത്തേക്ക് കടക്കുന്നതിന് മുൻപേ, നീ കുഴിക്കകത്ത് വീഴുന്നതിന് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. ഈ രാജാന്റെ വീടിൻ്റെ ആ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ മാനസാന്തരപ്പെടുമെന്ന് ആരും കരുതണ്ട. 11:45 ജീവൻ നമ്മിൽ നിന്ന് മറ്റുപോയാൽ, പലരും അങ്ങനെയല്ലേ, ഞാൻ 12 മണിയാകുമ്പോൾ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ 2024 ഡിസംബർ മാസം 31-ാം തീയതി ആകുമ്പോൾ എല്ലാം ഞാൻ ഉപേക്ഷിച്ച്
ദൈവസ്ഥാനത്തിലേക്ക് വരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കണം, ഓർക്കണം, അതുവരെയും ജീവിതം പോകുമോ? അതുവരെയും നമ്മൾ എത്തുമോ? അവിടം വരെ നമുക്ക് എത്താൻ, അന്ന് വരെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മുൻപേ മരണം എത്തുന്നതിന് മുമ്പേ, കൈകാലുകൾ കൂട്ടിക്കെട്ടുന്നതിന് മുമ്പേ, മൂക്കിൽ പഞ്ഞി വെക്കുന്നതിന് മുമ്പേ, മരണദൂതൻ നമ്മെ പിടിക്കുന്നതിന് മുമ്പേ, മരണം നമ്മെ ഗ്രസിക്കുന്നതിന് മുമ്പേ, യേശു പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു അന്വേഷണമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിങ്ങനെ അന്വേഷിച്ചു, 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും എനിക്ക് വേണം. ഞാനിങ്ങനെ അന്വേഷിച്ച് തന്നപ്പോൾ ഒരാൾ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ആ ആൽത്തറക്കവലയിൽ നിന്നൊരു 150 മീറ്റർ മാറി ഒരു മനോഹരമായ സ്ഥലവും വീടുമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നാലൊന്നും എനിക്കൊന്ന് കാണണം. ശരിയാണോ? കാണണം. ആധാരം എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കാണും. നമ്മുടെ കയ്യിൽ അത് എത്തുന്നതിന് മുമ്പ് തന്നെ, നമ്മളത് അവകാശമാക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? പോയി കാണും. എന്നതുപോലെ തന്നെ ദൈവരാജ്യം പ്രവേശനത്തിന് ഒന്നാമത് ഒരു അന്വേഷണം നമുക്കുണ്ടാകണം. പിന്നെ ആ അന്വേഷണം നമ്മെ അതിലേക്ക് എത്തിക്കുമ്പോൾ അത് കാണാനുള്ള വാഞ്ചയും വ്യഗ്രതയും നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 3-ാം അധ്യായം 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. അർദ്ധരാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് നിക്കോദിമോസ് എന്ന് പറയുന്ന മഹാനായ ഒരു വലിയ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. 1-ാമത്തെ വാക്യം മുതൽ കണ്ടവർ വായിച്ചേ. യേശു അവനോട് ആമേൻ ആമേൻ, ആ ഞാൻ നിന്നോട് പറയുന്നു. 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട് റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മക്കളെ ശ്രദ്ധിക്കണം, യേശുപ്പച്ചൻ അടുക്കൽ രാത്രിയിൽ ഒരു മനുഷ്യൻ വരികയാണ്. അതികായനായൊരു മനുഷ്യൻ, സുമുഖനായൊരു മനുഷ്യൻ. അദ്ദേഹം നല്ല പേരും പെരുമയുമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയാണ്. സമൂഹത്തിൽ വിലയുള്ളവനാണ്, സമൂഹത്തിൽ സ്ഥാനമുള്ളവനാണ്. ആര് കണ്ടാലും അവനെ സല്യൂട്ട് ചെയ്യും, ആര് കണ്ടാലും അവനെ കൈകൂപ്പി വന്ദനം ചെയ്യും. അത്രമാത്രം അവൻ പട്ടണത്തിൽ, ഗ്രാമങ്ങളിൽ മാന്യനാണ്. ഈ മാന്യനായ മനുഷ്യൻ യേശുവിനെ പറ്റി അറിഞ്ഞു. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് പരസ്യമായി യേശുവിൻ്റെ ശിഷ്യനാകാൻ അവന് പറ്റുന്നില്ല. കാരണം സമുദായത്തെ താൻ നോക്കുമ്പോൾ, തൻ്റെ സമൂഹത്തെ നോക്കുമ്പോൾ തനിക്ക് ഭയമാണ്. ഈ യേശുവിൻ്റെ പിന്നാലെ പോകുന്നുവോ എന്ന് ചോദിച്ചവനെ പള്ളിപ്രശ്നനാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ ഭയന്ന്, പള്ളി ഭയന്ന്, പുരോഹിതന്മാരെ ഭയന്നിട്ട്, പരീശന്മാരെ ഭയന്നിട്ട് യേശു പാർക്കുന്ന വീട്ടിൽ രാത്രിയിൽ വരികയാണ് ഈ നല്ല മനുഷ്യൻ. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് യേശുവിനോട് പറയാ, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം അങ്ങയോട് കൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ത് നല്ല ഒരു യേശുവിനെ കുറിച്ചുള്ള ഒരു നല്ല അദ്ദേഹത്തിൻ്റെ അറിവാ താൻ ഇവിടെ പറയുന്നത്. കർത്താവേ, അല്ലെങ്കിൽ റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. തെറ്റല്ല, ശരിയല്ലേ? യേശു എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചവൻ വാസ്തവത്തിൽ നല്ല വെളിപ്പാടാണ്. നിക്കോദിമോസിന് നല്ല വെളിപ്പാടാണ്, ആരും പറയാത്ത വെളിപ്പാട്. ആ പരീശന്മാരുടെ കൂട്ടത്തിൽ ആരും പറയാത്ത, ആരും അംഗീകരിക്കാത്ത, ആരും വെളിപ്പെടുത്താത്ത ഒരു നല്ല വെളിപ്പാട് യേശുവിനെ പറ്റി ഗ്രഹിച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് മുഖത്തേക്ക് നോക്കി പറയുകയാണ്, കർത്താവേ, അല്ലെങ്കിൽ റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തത്, ദൈവം അങ്ങയോടുകൂടെ ഇല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. കാനാവിൽ അങ്ങ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ഞങ്ങൾ കേട്ടു. അത് ദൈവം അങ്ങയോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. നയനിലെ വിധവയുടെ മകനെ അങ്ങ് ഉയർപ്പിച്ചതറിഞ്ഞു. അത് ദൈവം അങ്ങയോട് കൂടി ഇരുന്നത് കൊണ്ടാണ്. തിമായിയുടെ മകനായ ബർത്തിമായിക്ക് നാളുകളായി ജന്മം മുതൽ കണ്ണു കാണാത്തവനാണ്. അവന് അങ്ങ് കാഴ്ച കൊടുത്തത് ഞങ്ങൾ അറിയുന്നു. പക്ഷേ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളെല്ലാം ചെയ്തത് അങ്ങയ്ക്ക്
അങ്ങയുടെ പിതാവാം ദൈവം അല്ലെങ്കിൽ സർവശക്തനായ ദൈവം അങ്ങയുടെ കൂടെ ഇരുന്ന് കൃപ തന്നതുകൊണ്ടാണെന്ന് ഞാൻ നന്നായിട്ട് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പരീക്ഷ പ്രമാണി ഇത്രമാത്രം കാര്യങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഈ ഒരു കാര്യം പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അല്ല, ഞാനാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാനിവിടെ പാഴ്സണിലിരിക്കുമ്പോൾ ആൾത്തറയിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയാ, പാസ്റ്ററെ, ദൈവം അങ്ങയെ ഈ ദേശത്ത് അയച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, അങ്ങയോട് കൂടെ ദൈവമുണ്ട്. അപ്പം ഞാനൊക്കെ ഒരു 2 അടി കൂടി അങ്ങ് പൊങ്ങും. പിന്നെ അടുത്തത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കും. അതൊക്കെ നമ്മളെ ആരെങ്കിലും പൊക്കുമ്പോൾ നമ്മളങ്ങ് പൊങ്ങും. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ യേശുവിനെ പ്രശംസിക്കത്തക്ക നിലയിൽ, യേശുവിനെ ഇങ്ങനെ ശ്ലാഘിക്കത്തക്ക നിലയിൽ ഈ പ്രസ്താവനകൾ നടത്തുമ്പോൾ യേശു അത് കേട്ടൊന്നും പൊങ്ങിയില്ല. യേശു എന്താന്ന് പറയാ, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിക്കോദിമോസേ, നിന്റെ വാക്കുകൾ കേട്ട് പൊങ്ങുന്നവനല്ല ഞാൻ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാൺമാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് യേശു യേശുവിനോട് പറയുകയാണ്, നീ പറയുന്നതെല്ലാം ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ആ വാക്ക് കേട്ട് ഞാൻ എന്നെ തന്നെ മറക്കുന്നില്ല, ഞാൻ പൊങ്ങുന്നില്ല. പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ലയോ നിക്കോദിമോസേ, നീ ഒരു പരീക്ഷ പ്രമാണിയാണ്, നീ സാക്ഷാൽ കളതീർന്ന ഒരു യഹൂദൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവരാജ്യം കാണണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. ദൈവരാജ്യം കാണണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. എനിക്കറിയാം, ഇന്ന് രാത്രിയിൽ ഈ ബോക്സിന് നല്ല വോളിയമുണ്ട്. ഇതിനകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, എനിക്കറിയാം ഈ വാതിലിലൂടെ, ഈ തുറന്നിട്ടിരിക്കുന്ന ജനലിലൂടെ ഒക്കെ ഈ ശബ്ദം പരിസര ഭവനങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട്. ചിലരെങ്കിലും വീട്ടിനകത്തിരുന്ന് സ്വസ്ഥമായി ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, സുഹൃത്തെ, നിങ്ങൾ ആരായാലും, നിങ്ങളുടെ പാരമ്പര്യം എന്ത് തന്നെയായാലും, നിങ്ങളുടെ കയ്യിലെ പണം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്ത് തന്നെയായാലും, നിങ്ങൾക്ക് സമൂഹത്തിൽ എത്രമാത്രം മാന്യതയും വിലയും ഒക്കെ ഉണ്ടെന്നിരുന്നാലും ഓർക്കണം, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യ പ്രവേശനം അസാധ്യമാണ്, ദൈവരാജ്യ പ്രവേശനം അസാധ്യമാണ്. അതുകൊണ്ട് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 1 അന്വേഷിക്കുക മാത്രമല്ല, 2 അത് കാണാൻ വേണ്ടി അത് കാണാൻ, അതറിയാൻ നിങ്ങൾക്കൊരു പുതിയ ജനനം ആവശ്യമാണ്, ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്. വെളിപ്പാട് പ്രാപിച്ച നിക്കോദിമോസ്, യേശുവിനെ അടുത്തറിഞ്ഞ നിക്കോദിമോസ്, ആത്മാവിലറിഞ്ഞ നിക്കോദിമോസിനോട് യേശു പറയുകയാണ്, നിക്കോദിമോസേ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ കാണാൻ വേണ്ടിയുള്ളൊരു പാസ്. ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി നടക്കുന്ന ഒരു ജല മേളയുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കാണാൻ വേണ്ടി തന്നെ ധാരാളം ആളുകൾ പാസ് എടുത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഗാലറിയിലൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല തുക കൊടുക്കണം. അങ്ങനെ പാസ് കൊടുത്ത് ആണ് അവിടെ പ്രവേശനം സിദ്ധിക്കുന്നത്. അത് കാണുവാൻ വേണ്ടി മണിക്കൂറുകൾ ആളുകൾ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവരാജ്യം കാണാൻ തന്നെ ഒരു പാസ്സുണ്ട്. ആ പാസ്സാണ് എന്ത്? വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആൽത്തറക്കവലയ്ക്കടുത്ത് 150 മീറ്റർ മാറി ഞാൻ ആഗ്രഹിക്കുന്ന 10 സെന്റ് സ്ഥലവും വീടും ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരുവൻ അതെന്നെ കാണിച്ചു തരികയാണ്. ഇന്ന സ്ഥലത്തുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നത് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ വസ്തുവിൽ ചെന്ന് നിന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന മുതലാണ്, ഞാൻ ചെലവഴിക്കുന്ന തുകയാണ് സ്വത്രം പുതുജനനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അത് ഗ്രഹിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവം വസിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവം സംസാരിക്കുന്ന, ദൈവത്തിന് നീതി വസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം വെളിപ്പെടുന്ന ഈ ദൈവരാജ്യത്തിന്റെ പ്രവേശനം എന്ന് പറയുന്നത്, അതിലേക്ക് നാം ചെല്ലുമ്പോൾ അത് അവകാശമാക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പോലും, ഒന്ന് കണി കാണാൻ പോലും ആരെങ്കിലും കൊതിക്കുന്നെങ്കിൽ ആ കൊതിക്കുന്നവൻ ചെയ്യേണ്ടുന്നത് വീണ്ടും ജനനം പ്രാപിക്കുക എന്നുള്ളതാണ്. നീ പുതുതായി ജനിക്കുക എന്നുള്ളതാണ്. ഇതാ നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, അല്ലയോ നിക്കോദിമോസേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അടുത്ത വാക്യം,
നിക്കോദെമോസ് അവനോട്, നിക്കോദിമോസ് ഒരു ചോദ്യം സംശയത്തിൽ ചോദിക്കുകയാണ്. നിക്കോദിമോസ് യേശുവോട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? എന്റെ കർത്താവ്, എനിക്കിപ്പോൾ 10-70 വയസ്സായി, ഞാനൊരു വൃദ്ധനായിരിക്കുകയാണ്. ഈ വൃദ്ധനായ ഞാൻ ഇനി എങ്ങനെയാണ് ജനിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് ചുരുങ്ങി 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 ഒരു കൊച്ചു ഭ്രൂണമായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ എനിക്ക് പ്രവേശിച്ച് വീണ്ടും എനിക്ക് ജനിക്കാൻ പറ്റുമോ? നിഷ്കളങ്കമായ ചോദ്യം, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ളൊരു ചോദ്യം, നല്ല ചോദ്യം. കർത്താവേ, എനിക്കത് എങ്ങനെയാ പറ്റുന്നത്? ഞാൻ ഇത്രയും വൃദ്ധനായ മനുഷ്യനാണ്. ഈ വൃദ്ധനായ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞായി 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 ഒരു കൊച്ചു ഭ്രൂണമായിട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കടന്നെനിക്ക് പിന്നെയും ജനിക്കാൻ പറ്റുമോ എന്ന് യേശുവിനോട് ചോദിച്ചു. ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്താണ്? അതിന് യേശു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കിക്കേ, ഒന്നാമത് ദൈവരാജ്യത്തെ അന്വേഷിക്കണം, രണ്ടാമത് ദൈവരാജ്യം കാണണം. യേശുവിത മൂന്നാമത് പറയുന്നു, അതിനകത്ത് കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചേ പറ്റൂ. വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ല എങ്കിൽ പൊന്നുമോനെ നിക്കോദിമോസേ, ഈ ദൈവരാജ്യത്തിലേക്ക് നിനക്ക് കടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവം വസിക്കുന്ന, ദൈവം അധിവസിക്കുന്ന, ദൈവിക സന്തോഷം വെളിപ്പെടുന്ന, മനോഹരമായ ദൈവിക ആത്മിക അനുഭവങ്ങൾ വെളിപ്പെടുന്ന ഈ ദൈവരാജ്യത്തെ കാണാനും അതിൽ പ്രവേശിക്കാനും വേണ്ടിയുള്ളൊരു പാസാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെതാകുന്ന അനുഭവങ്ങൾ നമ്മിൽ അത് പ്രവേശിച്ചിരിക്കുമ്പോൾ പാപത്തെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഒരുവൻ പുതിയ മനുഷ്യനായി തീരുന്നതിനെയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. ആ വീണ്ടും ജനന അനുഭവത്തിലൂടെയാണ് നമുക്ക് ദൈവരാജ്യം കാണാനും പ്രവേശിപ്പാനും സാധിക്കുന്നത്. ഹല്ലേലൂയ! ഇന്ന് രാത്രിയിൽ അത് കണ്ടവർക്കായി, അതിൽ പ്രവേശിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നുകൂടി പറയാം. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നു, 10 സെന്റ് സ്ഥലവും ഒരു വീടും അന്വേഷിച്ചു. ഒരാൾ എന്നെ കാണിച്ചു തന്നു. ആ പറമ്പിലേക്ക് ഞാൻ കയറാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം പറയാണ്, പാസ് വേണം ചേട്ടാ, പാസ് വേണം. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾക്ക് പ്രവേശിച്ചത് കാണണമെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വീടിൻ്റെ അകം നിങ്ങൾക്ക് കാണണമെങ്കിൽ, അതിൻ്റെ അകത്തെ കിച്ചൺ നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ, ബെഡ്റൂം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ പോയേ പറ്റൂ. ഞാൻ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം കാണുക മാത്രമല്ല, അതിലേക്ക് കടക്കുക കൂടി വേണമെങ്കിൽ നീ വീണ്ടും ജനനം പ്രാപിച്ചവനായിരിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ പാപത്താൽ ജനിച്ച, അല്ലെങ്കിൽ പാപത്തിൽ ജനിച്ച, ആ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിച്ചിട്ട് യേശു കർത്താവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്നുള്ള ആ അകം നിറഞ്ഞതായ വിശ്വാസത്തോടുകൂടി യേശുവിനെ സ്വീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാറ്റമാണ്. അതിലൂടെ ഞാൻ കൈവരിക്കുന്ന ഒരു പുതുമനുഷ്യനുണ്ട്. ആ ഒരു അനുഭവമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ആ അനുഭവമാണ് എന്നെ ഇതാ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിനായി എന്നെ സഹായിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവർ, അതിലൂടെ അവർ നേടിയത് ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുകയാണ്. വീണ്ടും ജനനം, ഒരു പുതിയ ജനനത്തിലൂടെ ദൈവത്തിന് സ്തോത്രം, ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുകയാണ്. ഈ പുതിയ മനുഷ്യന് മാത്രമേ എങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ? ഈ ദൈവരാജ്യത്തിലേക്ക് കയറാൻ, അല്ല കയറുകയല്ലെന്നേ, കാണാൻ പോലും പറ്റത്തുള്ളൂ. ദൈവരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി കണ്ടതുകൊണ്ടായോ? ഈ കാര്യങ്ങളെല്ലാം കയറി നടന്ന് കണ്ടതുകൊണ്ടായോ? ഇല്ല. എനിക്ക് ആ വസ്തുവും വീടും എൻ്റെ പേരിലാകണമെങ്കിൽ ഞാൻ അതിന് വില കൊടുത്ത്, അല്ലെങ്കിൽ എൻ്റെ പേർക്ക് അത് എഴുതിത്തരണം, ആധാരം എഴുതിത്തരണം. അപ്പോഴാണ് ഞാനത് കൈവശമാക്കുന്നത്. ഞാനത് കൈവശമാക്കുമ്പോഴാണ് ഞാൻ ആ വീടിന്
അവകാശിയായി മാറുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവരാജ്യം കണ്ടതുകൊണ്ട് മാത്രം പോരാ, കേട്ടതുകൊണ്ട് മാത്രം പോരാ, പ്രവേശിച്ചത് കൊണ്ട് മാത്രം പോരാ. കൊള്ളാം, അവിടെ എന്തെല്ലാം ഉണ്ട്, അവിടെയെല്ലാം കേൾക്കുന്നതെല്ലാം കൊള്ളാം, കേൾക്കുന്നതെല്ലാം നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിച്ചാൽ മാത്രം പോരാ. അത് അവകാശമാക്കണമെങ്കിൽ, അത് സ്വായത്തമാക്കണമെങ്കിൽ, അത് കൈവശമാക്കണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, എന്താണ് നാം ചെയ്യേണ്ടത്? 1 കൊരിന്ത്യർ ലേഖനം എടുത്താട്ടെ. 1 കൊരിന്ത്യർ ലേഖനം എടുത്ത് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനേ ഒക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. 1 ദുർനടപ്പുകാർ, 2 വിഗ്രഹാരാധികൾ, 3 വ്യഭിചാരികൾ, 4 സ്വയഭോഗികൾ, 5 പുരുഷകാമികൾ, 6 കള്ളന്മാർ, 7 അത്യാഗ്രഹികൾ, 8 മദ്യമന്മാർ, 9 വാവിഷ്ഠാണക്കാർ, 10 പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നു, ഞാൻ പോയി കണ്ടു, ഞാൻ അതിലേക്ക് പാസ് കൊടുത്ത് അത് കയറിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ആളാണ് നീയെങ്കിൽ നിന്റെ പേരിൽ ഇത് ആധാരം എഴുതാനൊക്കത്തില്ല, നിനക്കിത് കൈവശമാക്കാനൊക്കത്തില്ല, നിനക്കിത് പ്രാപിക്കാനൊക്കത്തില്ല. കണ്ടുമടങ്ങാം, കേട്ടുമടങ്ങാം എന്നതിലപ്പുറമായി നിനക്കിത് സ്വന്തമാക്കണമെങ്കിൽ നീ ഇതൊന്നും ആകരുത്. മനസ്സിലാക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാശുണ്ടെങ്കിൽ പോയി കാണാം, കുഴപ്പമില്ല. കാശുണ്ടെങ്കിൽ പോയി പ്രവേശിക്കാം, കുഴപ്പമില്ല. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ എന്നോടൊരു ചോദ്യം, ഈ 10 കൂട്ടം കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ ആണെങ്കിൽ എൻ്റെ പൊന്നു മോനെ, ജയ്മോനെ, ദൈവരാജ്യം നിനക്ക് അവകാശമാക്കാനൊക്കത്തില്ല. അന്വേഷിച്ച് നടന്നത് വ്യർത്ഥം. എൻ്റെ പൊന്നെ, ചെന്ന് കണ്ടത് വ്യർത്ഥം, ഇഷ്ടപ്പെട്ടത് വ്യർത്ഥം. ഇന്ന് പല ആളുകളും പറയാറുണ്ട്, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ, ആ കയ്യടിച്ചുള്ള ആരാധന, ആ ഡ്രമ്മടിച്ചുള്ള പാട്ട്, ആ അന്യഭാഷ പറച്ചിൽ, ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ടെന്നേ. പക്ഷെ ദൈവരാജ്യം ഇങ്ങനെ കണ്ടതും കേട്ടതും കൊണ്ട് ഇഷ്ടപ്പെട്ടതും കൊണ്ടായില്ല, അത് അവകാശമാക്കാൻ നിനക്ക് കഴിയണം. അവകാശമാക്കാൻ വേണ്ടി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ 10 കൂട്ടരുണ്ടല്ലോ, ഈ 10 കാറ്റഗറിയിൽ പെടുന്ന ആളുകളുണ്ടല്ലോ, അതിൽ ഒന്നിൽ പോലും നീ പെടാതെ നീ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. ഒന്നുകൂടി വായിക്കാമോ? അന്യായം ചെയ്യുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നിട്ട് 10 കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. 1 പറയുന്നു ദുർനടപ്പുകാർ, 2 പറയുന്നു വിഗ്രഹാരാധികൾ. എന്താ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ? ദൈവത്തെ കാളുപരിയായിട്ട് നാം എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുവോ അതെല്ലാം നമുക്ക് വിഗ്രഹങ്ങളാണ്. പണമാണ് ഇന്ന് പലരുടെയും വിഗ്രഹം. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, മാമോനെയും ദൈവത്തെയും ഒരുപോലെ നിനക്ക് സേവിക്കാനൊക്കത്തില്ല. പണം കൊണ്ടെല്ലാം നേടാമെന്ന് കരുതി രാത്രി പോലും പകലാക്കി കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പണസമ്പാദനത്തിന് വേണ്ടി മനുഷ്യൻ ഓടുമ്പോൾ ഓർക്കണം, അവൻ്റെ ദൈവം പണമാണ്, മാമോനാണ്. വചനം പറയുന്നു, ആ വിഗ്രഹാരാധന, പണത്തെ നാം ദൈവത്തെ കൂടുതൽ അധികമായി സ്നേഹിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് പണമല്ല പ്രശ്നം, ചിലർക്ക് 4 അല്ല 5 നേരവും കഴിക്കണം. ക്രേത്തർ എന്ന് പറയുന്ന ഒരാളെ പറ്റി ഈ തീത്തോസിന്റെ ലേഖനത്തിൽ എഴുതും, അവരുടെ ദൈവം വയറ്. അത് ലോകം തിരിച്ചറിഞ്ഞിട്ടാണ് മുക്കിന് തട്ടുകടയായി, മുക്കിന് കുഴിമന്തിയായി, എന്തെല്ലാം വേണമോ എന്തെല്ലാം കുടിക്കണമോ അതെല്ലാം ഇങ്ങനെ വഴിനീളെ ഇങ്ങനെ സുലഭമാണ്. 24 മണിക്കൂർ അവരുടെ ദൈവം വയറ്. അപ്പം നമ്മൾ വയറിനെ സേവിക്കുന്നവരായിട്ടല്ല. അങ്ങനെ നീ സേവിച്ചാൽ നോ അഡ്മിഷൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശനം ഇല്ല. അന്യായം ചെയ്യുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നിട്ട് പറയുന്നു ദുർനടപ്പുകാർക്ക് നോ അഡ്മിഷൻ. പിന്നെ വിഗ്രഹാരാധികൾക്ക് നോ അഡ്മിഷൻ.
വ്യഭിചാരികൾക്ക് കയറാൻ പാടില്ല. സ്വയഭോഗം ചെയ്യുന്നവർക്ക് പ്രവേശനമില്ല. പുരുഷകാമികൾക്ക് പ്രവേശനമില്ല. എന്താ പുരുഷകാമികൾ? ആണുങ്ങൾക്ക് ആണുങ്ങളോട് പ്രിയം, പെണ്ണുങ്ങൾ പ്രേമിക്കുന്നു. അങ്ങനെ ഒരു കാലം. പെണ്ണുങ്ങളെ വിവാഹം ചെയ്യുന്നു, ആണിനെ കെട്ടുന്നു. എന്തൊരു കാലം, എന്തൊരു ലോകം! അങ്ങനെയുള്ള ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. പുരുഷകാമികൾക്ക് പ്രവേശനമില്ല. പിന്നെ കള്ളന്മാർക്ക് പ്രവേശനമില്ല. പിന്നെ അത്യാഗ്രഹികൾക്ക് പ്രവേശനമില്ല. മദ്യപന്മാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അടുത്ത വാക്യം, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. തീർന്നില്ല. ഗലാത്യലേഖനം എടുത്തേ. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നാം 10 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ അവിടെ 5 കൂടുതൽ പറഞ്ഞിട്ട് 15 കൂട്ടം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഗത്തിൽ. ജഡത്തിന്റെ പ്രവർത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ നോ അഡ്മിഷൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് ഇങ്ങനെയുള്ളവന് പ്രവേശനമില്ല. ദൈവത്തിന് സ്തോത്രം. 10 സെന്റ് സ്ഥലവും ഒരു നല്ല വീടും വേണമെന്ന് ഓർത്ത് നടന്ന എനിക്ക് അത് കിട്ടിയപ്പോൾ, അത് കാണാൻ കഴിഞ്ഞപ്പോൾ, അതിൽ ഞാൻ പ്രവേശിച്ച കാര്യങ്ങളെല്ലാം കണ്ടെങ്കിൽ ബോധ്യപ്പെട്ടപ്പോൾ, അത് കൈവശമാക്കാൻ ചെന്നപ്പോൾ, ആധാരം എഴുതി എൻ്റെ പേരിലാക്കാൻ ഞാൻ ഒരുമ്പിടുമ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ. നീ ഈ വക പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ഇതിൽ നിന്നൊരു മോചനം പ്രാപിച്ച്, നീ ശുദ്ധീകരണം പ്രാപിച്ച് നീ വന്നാൽ നിനക്കത് കൈവശമാക്കാം. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനിത് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോട് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ദൂത് അത്യാവശ്യമാണെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നു. എനിക്കും ഇത് അത്യാവശ്യമാണ്. കാരണം ദൈവരാജ്യം കണ്ടതുകൊണ്ടോ, ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടതുകൊണ്ടോ, അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ അല്ല, ഇനി അതിനെ ആസ്പദമാക്കിയുള്ള പാട്ട് എഴുതിയത് കൊണ്ടോ, പാട്ട് പാടിയത് കൊണ്ടോ, ആ പാട്ടിനനുസരിച്ച് തുള്ളിയത് കൊണ്ടോ ഒന്നുമല്ല. അത് നീ കൈവശമാക്കണം, അത് നീ അവകാശമാക്കണം. അത് അവകാശമാക്കാൻ നീ ഒരുമ്പെടുമ്പോൾ ദൈവാത്മാവ് ചോദിക്കുകയാണ്, ഈ കാറ്റഗറിയിൽ പെടുന്ന ഏതെങ്കിലും പാപങ്ങൾ നിന്നിലുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞിട്ട് വാ, എന്നിട്ട് നീ എഴുതാൻ വാ, എന്നിട്ട് നീ അവകാശമാക്കാൻ വാ. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ദൈവം വസിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവത്തിന്റെ നീതി നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധം അവന്റെ ആനന്ദം വെളിപ്പെടുന്ന ആത്മീക അനുഭവമാണ്. അത് കേൾക്കാൻ, അത് കാണാൻ മാത്രമല്ല, അത് കൈവശമാക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നാം ഈ വക കാര്യങ്ങളിൽ ഏർപ്പെടാനേ പാടില്ല. 15 കൂട്ടം കാര്യങ്ങളിൽ അവസാനം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? വെറിക്കൂത്ത്. നമ്മുടെ ആളുകളൊക്കെ എത്രയോ സമയമാണ് ഈ വെറിക്കൂത്തിന്റെ മുമ്പിൽ സമയം കളയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം വായിക്കാൻ 5 മിനിറ്റ് പോലും നമുക്ക് എടുക്കാൻ സമയമില്ല. കണ്ട പെണ്ണുങ്ങളുടെ ഡാൻസും ആട്ടവും, അതാ വെറിക്കൂത്ത്. പവർ വിഷനിൽ എത്രയോ നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്, അതൊരു 5 മിനിറ്റ് ഓൺ ചെയ്യും. ഏഷ്യാനെറ്റിലും കോമഡി സ്റ്റാറും ഫ്ലവേഴ്സും എന്ന് വേണ്ട, അതിനുവേണ്ടി എത്രയോ മണിക്കൂറുകളാണ് മെനക്കെട്ടിരിക്കുന്നത്. വെറിക്കൂത്ത്, വെറിക്കൂത്ത്, വെറിക്കൂത്ത്. വെറിക്കൂത്തിനോട് വിട പറയണം. ദൈവത്തിന് സ്തോത്രം. ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. നാളെ പകൽ നമുക്ക് യോഗമുണ്ടല്ലോ, അത് ഏറ്റവും അനുഗ്രഹമായി തീരണം. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിച്ചത് ദൈവരാജ്യം എന്തല്ല, ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ്, ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടികൾ എന്താണ്. ഒന്നുകൂടി ഞാൻ പറയാം. ദൈവരാജ്യം എന്നാൽ എന്ത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും
പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന തത്വങ്ങൾ യേശു പറയുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം ഒരു സൈക്യാട്രിസ്റ്റിലൂടെ നമുക്ക് കിട്ടിയെന്നിരിക്കാം, ഒരു രൂപാന്തരം ഉണ്ടാകും. പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മാനസാന്തരവും സുവിശേഷത്തിലുള്ള വിശ്വാസവുമാണ്. ഹല്ലേലൂയ. സുവിശേഷമാണ് നമ്മെ യഥാർത്ഥമായും ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നത്. അതാണ് അടിസ്ഥാന തത്വങ്ങൾ. യേശു പറയുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പിന്നെ കർത്താവ് പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സത്യാന്വേഷണം. ഒരു വചനം കേട്ടാൽ അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്തെ പൊരുൾ എന്താണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു. പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാഞ്ച ഉണ്ടാകണം. ഇന്ന് രാത്രി ദൈവദാസൻ പറഞ്ഞ വചനങ്ങൾ അത് കൂടുതൽ ഒന്നുകൂടി ഗ്രഹിക്കാൻ, അതിൻ്റെ ആഴങ്ങൾ കാണാൻ, അറിയാൻ ഒരു വാഞ്ചയും ഒരു അന്വേഷണ ത്വരയും നിങ്ങൾക്കുണ്ടാകണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഞാൻ പറഞ്ഞതിൽ മുമ്പേ എന്ന് പറഞ്ഞാൽ പ്രിയോറിറ്റി ആൻഡ് പ്രിഫറൻസ്. നമ്മൾ ആദ്യം മുൻഗണന എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ വസ്ത്രധാരണത്തിന്, നമ്മുടെ വാഹനത്തിന്, നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ തലമുറയുടെ കാര്യങ്ങൾക്ക്, ഇതിനെല്ലാം നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പറയുന്നു, അതിനെക്കാട്ടിലും മുൻപേ എൻ്റെ രാജ്യം നിങ്ങൾ അന്വേഷിക്കണം. മരിക്കുന്നതിന് മുമ്പേ, ഈ ലോകജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിൽ. ആയുസ്, ആരോഗ്യം ദൈവം ദീർഘമാക്കി തന്ന്, ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾ ഗ്രഹിക്കാനും ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും അതിനൊരു ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ കഴിവുള്ള ഈ സമയത്ത്, ആരോഗ്യത്തോടെ പച്ച മനുഷ്യനായിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാനും അവൻ്റെ രാജ്യം അന്വേഷിപ്പാനും നിങ്ങൾക്ക് ഇടയായതല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മരണം നമ്മെ ഗ്രസിക്കുന്നതിന് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മാത്രമല്ല, അത് കാണണമെങ്കിൽ പോലും, അതിൽ കടക്കണമെങ്കിൽ പോലും ഒരു പാസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് വീണ്ടും ജനനമെന്ന ടിക്കറ്റാണ്. പുതുതായി ജനിക്കുക എന്നുള്ളതാണ്. നിക്കോദിമോസേ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അത് കാണാൻ പോലും നിനക്ക് പറ്റില്ല. നിക്കോദിമോസേ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ കടക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ കാണണമെങ്കിലും കടക്കണമെങ്കിലും ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നൊരു പാസ്, ഒരു ടിക്കറ്റുണ്ട്. അത് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. തീർന്നില്ല. നിനക്കത് കൈവശമാക്കാൻ, ഏറ്റവും ഒടുവിലായി നിനക്കത് സ്വന്തമാക്കാൻ, നിനക്കത് അവകാശമാക്കാൻ കഴിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പാപത്തിൻ്റെ, തിന്മയുടെ പര്യായങ്ങളായ 10 കൂട്ടര്, മാത്രമല്ല 15ഓളം ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇവയിൽ നിന്നെല്ലാം വിട പറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവരുമായിരിക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച, മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ടകുഞ്ഞാടേ, താഴ്മയാ കുമ്പിടും എന്നെ പോ, താഴ്മയാ കുമ്പിടും രക്ഷിക്ക. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ, തിന്മയുടെ പ്രവൃത്തികളിൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നാം വായിച്ചു കേട്ടു. വെറിക്കൂത്ത്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ ഒരിക്കലും കൂത്തുകാഴ്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല.
ദൈവം നിങ്ങൾക്ക് പാടുവാൻ കൃപ തന്നിട്ടുണ്ട്, താലന്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പാട്ട് കർത്താവിന് വേണ്ടി പാടി അതൊന്ന് യൂട്യൂബിലോ ഒന്ന് റീൽസിലോ ഒക്കെ ഇട്ടേ 10 പേര് കാണട്ടെ. അല്ലാതെ ഒരു കോപ്രായത്തിന് നിങ്ങൾ ഒരുമ്പെടരുത്. അതെല്ലാം വെറിക്കൂത്താണ്. നീ ഒരു പാട്ട് പാട്, നീ യേശുവിനെ പറ്റി പറ, അങ്ങനെ ഒരു റീൽസ് ഇട്, അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നീ തുടങ്ങ്. കർത്താവിനെ പറ്റി പറയുന്ന, കർത്താവിനെ പറ്റി പ്രസംഗിക്കുന്ന, കർത്താവിന് വേണ്ടി പാടുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ തലമുറകൾ വളരട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഈ വക കാര്യങ്ങൾ ദൈവരാജ്യ പ്രവേശനത്തിന് എതിരാണ്. എൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും വ്യാപ്തിക്കും വേണ്ടി എൻ്റെ ശിഷ്ടായുസ് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു ജീവിതത്തെ സമർപ്പിക്കാമോ? എല്ലാവരും പ്രാർത്ഥിച്ചു. ലോകം പോകുന്ന വഴിയിലൂടെയല്ല നീ പോകേണ്ടത്. ലോകം എന്തെല്ലാം കാണിക്കുന്നുവോ അതെല്ലാം അവർ കാണിച്ചുകൊട്ടെ. പക്ഷേ അത് പകർത്താനോ അതിനനുസരിച്ച് ജീവിപ്പാനോ ചുവട് വയ്പ്പാനോ അല്ല ദൈവം നിന്നെ വിളിച്ചത്. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കണ്ണുകളെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ദേഹം, ദേഹിയാത്മാവിനെ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ചാൽ. ദൈവരാജ്യമാണ് നമ്മുടെ വിഷയം, ദൈവരാജ്യ പ്രവേശനമാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ രാജു പാസ്റ്റർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കും.